ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു കപ്പ് പച്ചരി ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ. നമുക്കതിങ്ങനെ ചെയ്തെടുക്കാൻ നോക്കാം. അതിനായിട്ട് ഇതുപോലെ ഒരു ബൗളിലേക്ക് ഞാനിവിടെ 1.5 കപ്പ് അളവിൽ പച്ചരി എടുത്തിട്ടുണ്ട്. 1.5 കപ്പ് അളവാണ് എടുക്കുന്നത്. അപ്പോൾ അളവ് നിങ്ങൾ കറക്റ്റായിട്ട് എടുക്കാൻ നോക്കുക. ഇനി ഈ ഒരു പച്ചരി 3-4 പ്രാവശ്യം നന്നായി കഴുകി വൃത്തിയാക്കിയ ശേഷം ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത് കുതിർക്കാൻ വേണ്ടി വെക്കാം. ഏകദേശം ഒരു 2-3 മണിക്കൂറെങ്കിലും കുതിർക്കാൻ വേണ്ടി വെക്കാം കേട്ടോ. അപ്പോൾ അരി മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വേണം വെള്ളം ഒഴിച്ചിട്ട് കുതിർക്കാൻ വേണ്ടി വെക്കാനായിട്ട്. ഇപ്പോൾ ഇതാ 3-4 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് അരി നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വെള്ളം ഒന്ന് നമുക്ക് ഊറ്റിക്കളയാം. ഇതിൻ്റെ ഈ ഒരു വെള്ളം നമ്മൾ കളയുന്നത് അരക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അത് അരിയിട്ട വെള്ളമൊക്കെ ഞാനിവിടെ ഊറ്റി കളഞ്ഞിട്ടുണ്ട്. ഇനി ഈ അരി നമുക്ക് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ മുഴുവനായിട്ട് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1.5 കപ്പ് അരി മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചോറാണ് കേട്ടോ. ഏത് അരിയുടെ ചോറാണെങ്കിലും കുഴപ്പമില്ല. ഞാനിവിടെ ഒരു 1/2 കപ്പ് ചോറ് എടുത്തിട്ടുണ്ട്. അപ്പോൾ 1.5 കപ്പ് അരിക്ക് 1/2 കപ്പ് ചോറാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ 1 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുത്ത് ഈ ഒരു മാവ് ഇതുപോലെ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അത് നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുക്കണം, അധികം തരിയൊന്നും ഇല്ലാതെ തന്നെ. അപ്പോൾ ഈ ഒരു കട്ടിയാണ് പാടുള്ളൂ, അധികം ലൂസാവാത്ത രീതിയിൽ ഈ ഒരു പാകത്തിന് വേണം അരച്ചെടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തിട്ട് മാവ് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമുക്ക് നേരെ ഇത് ചുട്ടെടുക്കാം. അതിനായിട്ട് ഓയിലൊന്ന് ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചൂടായ ഓയിലിലേക്ക് ഓരോ തവി മാവ് ഒഴിച്ചു കൊടുത്തിട്ട് ചുട്ടെടുക്കാം. ഇത് തന്നാലെ മേലേക്ക് ഒന്ന് പൊന്തി വരും, അപ്പം മറിച്ചിട്ട് കൊടുത്താൽ മതി. അതിന് മുന്നായിട്ട് നമ്മൾ സ്പൂണോ കരണ്ടിയോ ഒന്നും വെച്ചിട്ടൊന്നും ഇളക്കി കൊടുക്കാൻ നോക്കരുത്. അപ്പോൾ ഇത് നല്ല ഓയിൽ ചൂടായ ശേഷം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് മേലേക്ക് പൊന്തി വരുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ ഇത് ആ മേലേക്ക് പൊന്തി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. നന്നായിട്ട് തന്നെ നല്ലൊരു ബ്രൗൺ കളറായി വരുന്ന വരെ നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ കളറൊന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ സൈഡൊക്കെ നന്നായി മൊരിഞ്ഞൊരു ലൈറ്റ് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ്. 2 സൈഡും തിരിച്ച് മറിച്ചിട്ട് കൊടുത്ത് നല്ലൊരു ബ്രൗൺ കളർ മൊരിഞ്ഞ രീതിയിലാവുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ്. ഇതുപോലെ ഒന്ന് കുറച്ച് നേരം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒട്ടും എണ്ണ ഉണ്ടാവില്ല, അധികം എണ്ണ കുടിക്കുന്നൊന്നുമില്ല. അപ്പോൾ ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ പൊരിച്ചെടുക്കാം. അങ്ങനെ ഇപ്പോൾ ഞാനിവിടെ ഒരു 4-5 എണ്ണം പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. സൈഡൊക്കെ നന്നായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ എങ്ങനെ കഴിക്കാമെന്നും കൂടെ കാണിച്ചു തരാം. ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് തേങ്ങാപ്പാലാണ് കേട്ടോ. നല്ല കട്ടിക്ക് പിഴിഞ്ഞെടുത്ത തേങ്ങാപ്പാലാണ്. അതിലേക്ക് ലേശം പഞ്ചസാരയും ഒരു നുള്ളു ഉപ്പും ചേർത്തിട്ട് ഞാൻ മിക്സ് ചെയ്തെടുത്തതാണ് തേങ്ങാപ്പാൽ. അത് ഇതുപോലെ ഒരു പ്ലേറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ പൊരിച്ചെടുത്ത ഈ ഒരു അപ്പം ഉണ്ടല്ലോ, ഈ തേങ്ങാപ്പാലിൽ ഇട്ട് വെക്കും. എന്നിട്ട് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് കഴിഞ്ഞാൽ അത് നന്നായിട്ടൊന്ന് കുതിർന്ന് വരുമ്പോൾ കഴിക്കുക. അടിപൊളി ടേസ്റ്റാണ്. അല്ല നിങ്ങൾക്കിങ്ങനെ മൊരിഞ്ഞ് കറിയൊന്നും ഇല്ലാതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ചിക്കൻ കറിൻ്റെ കൂടെ ബീഫിൻ്റെ കൂടെയൊക്കെ കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.